ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ്. അത് ഹോട്ടൽ സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 100 ഗ്രാം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml ഒക്കെ ആകുമ്പോൾ 100 ഗ്രാം അരിപ്പൊടി മതി. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ കോഴിമുട്ട ഒന്ന് ചേർത്താലും മതി. നമ്മൾ 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എത്രയാണ് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണേന് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ അതിലോട്ട് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കണം. കാരണം ഓരോരുത്തരെടുക്കുന്ന മൈദയുടെ അളവ് പൊടികളൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള പൊടികളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള കറക്റ്റായിട്ട് കിട്ടുക. അപ്പം അത് കണ്ടില്ല, ഈ അളവ് മതി. ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ലൂസായിട്ട് വരും. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് കൂടും. എന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അപ്പസോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ സോഡപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറാണ്, അതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ തുള്ളി ചേർക്കാൻ പാടുള്ളൂ, പക്ഷെ ബേക്കിംഗ് പൗഡർ നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിളച്ച എണ്ണയിൽ നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കുകയാണ്. എപ്പോഴും പഴംപൊരി പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് എണ്ണ ചൂടാവണം, എങ്കിലുള്ളൂ പഴംപൊരി സോഫ്റ്റ് ആയിട്ട് കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് ഇതിന്റെ മറുപടി തരുന്നതായിരിക്കും. ഇതെന്റെ ഫാദറിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പൊ പണ്ടാരിപ്പണി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് തയ്യാറാക്കിയതാണ്. നമ്മൾ ചുടുന്ന പഴംപൊരി ഈ രീതിയിലായിരിക്കില്ല, സോഫ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ മൈദപ്പൊടി മാത്രം ചേർത്തിട്ടാവും കൂടുതൽ ആളുകളും ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഓരോന്ന് എണ്ണയിലിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഈ രീതിയിലാണ് നമുക്ക് പഴംപൊരി കടയിൽ നിന്ന് കിട്ടുക. അപ്പൊ നിങ്ങൾ അടിച്ചെടുക്കുന്ന അതിൽ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. വെള്ളത്തിന്റെ അളവ് കൂടിയെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ സോഫ്റ്റ് കിട്ടൂല. അപ്പൊ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കാണുക, വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമ്മൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അതിൽ നമ്മൾ പഞ്ചസാര, കോഴിമുട്ട, ഉപ്പ്, പിന്നെ അരിപ്പൊടി, മൈദപ്പൊടി ഇവ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. എത്രത്തോളം അടിച്ചെടുക്കുന്നോ അത്രത്തോളം അത് സോഫ്റ്റ് ആവും. നമ്മൾ മൈദ മാത്രം ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ കറക്കുന്നുണ്ടെങ്കിൽ എന്താവുക, മൈദന്റെ കട്ട കൊത്തും. പക്ഷെ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്ത് ഈ രീതിയിൽ അടിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. ഇനിയൊന്ന് നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അധിക സമയമൊന്നും വേവാനുണ്ടാവില്ല. നല്ല തിളച്ച എണ്ണയിലാണ് നമ്മൾ ഇടുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിത് ചൂടായതിനു ശേഷം ഇതൊന്ന് വറുത്ത് കോരുകയാണ്. ഒരു ടിപ്പും കൂടി പറഞ്ഞാൽ, പഴംപൊരി എപ്പോഴും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല തിളച്ച എണ്ണയിൽ മാത്രം ഇട്ടിട്ട് കാര്യമുള്ളൂ. നെയ്യപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂട് കുറഞ്ഞ എണ്ണയിലാണ് നമ്മൾ ചുട്ടെടുക്കുക. പക്ഷെ നമ്മൾ പഴംപൊരിക്ക് നല്ല ചൂട് വേണമെങ്കിലുള്ളൂ പഴംപൊരി സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.